എല്ലാവർക്കും എഡ്യൂടൈൻമെന്റ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇന്നലെ കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് പരീക്ഷയിലെ 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനുകളും ആൻസറുകളൊക്കെ നോക്കാം. പ്രവർത്തനം 1, ഗോലികളി. ബിബിയും കൂട്ടുകാരും ഗോലി എറിഞ്ഞ് കളിക്കുകയാണ്. ഒരാൾക്ക് 10 ഗോലി എറിയാം. ബിബിക്ക് 213 പോയിന്റ് കിട്ടി. ക്വസ്റ്റ്യൻ, സിബിക്ക് എത്ര പോയിന്റ് കിട്ടി? കളം നോക്കി എഴുതുക. അപ്പൊ സിബിക്ക് കിട്ടിയത് എത്ര പോയിന്റ് ആണ്? 100-ൻ്റെതിൽ 3 വീണിട്ടുണ്ട്, 10-ൻ്റെതിൽ 4 വീണിട്ടുണ്ട്, 1-ൻ്റെതിൽ 3 വീണിട്ടുണ്ട്. അപ്പം 343 പോയിന്റ് ആണ് സിബിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കിട്ടിയിട്ടുള്ളത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, സിബിക്കും ബിബിക്കും കൂടി ആകെ കിട്ടിയ പോയിന്റ് എത്ര? സിബിക്കും ബിബിക്കും കൂടി ആകെ കിട്ടിയ പോയിന്റ് നോക്കണമെങ്കിൽ അപ്പൊ നമുക്ക് 343 പ്ലസ് 213 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ? 213 പ്ലസ് 343 ചെയ്യുമ്പോൾ 556 എന്ത് ചെയ്യും? ഉത്തരം ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ, എബിക്ക് കിട്ടിയ പോയിന്റ് 523 ആണ്. പോയിന്റിനനുസരിച്ച് കളത്തിൽ ഗോലികൾ വരച്ച് ചേർക്കുക. അപ്പം 100-ൻ്റെതിൽ 5 വരക്കണം. 100-ൻ്റെതിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 വരക്കാം. 1, 2, 3, 4, 5. ഇനിയോ 10-ത്തില് 2 വരക്കണം. 1, 2. ഓക്കെ, ഇനി 1-ൻ്റെതിൽ 3 വരക്കണം. 1, 2, 3 പല സ്ഥലത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 523 എന്ന് കിട്ടി. അടുത്ത ഡി ക്വസ്റ്റ്യൻ, ഗോപു എറിഞ്ഞ 10 ഗോലിയും കളത്തിൽ വീണു. ഗോപുവിന് കിട്ടിയ പോയിന്റ് ചുവടെ തന്നതിൽ ഏതാണ്? ശരി ഉത്തരത്തിന് ശരി അടയാളപ്പെടുത്തുക. അപ്പം 10 ഗോലിയും കളത്തിൽ വീണിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അക്കങ്ങൾ എണ്ണി നോക്കിയാൽ മതി. ഫസ്റ്റത്തെ എ അക്കങ്ങൾ എണ്ണി നോക്കുമ്പോൾ 12 കിട്ടുമ്പോൾ പറ്റൂല. ബി 3, 4, 1 എണ്ണുമ്പോൾ 8 കിട്ടുള്ളൂ, പറ്റൂല. സി 6, 3 എണ്ണുമ്പോൾ 9 ആവുള്ളൂ. ഡി ഓപ്ഷൻ നോക്കുമ്പോൾ 7, 3, 10 ആണ്. അപ്പം ഉത്തരം ഡി ആണ്. പ്രവർത്തനം 2, ഗണിതമേള. ഗണിതമേളക്ക് ക്ലാസ് മുറി അലങ്കരിക്കാനായി ബലൂണുകൾ വെച്ചത് നോക്കുക. ഓക്കെ, 4 സെറ്റിലുള്ള 3 വെച്ചിട്ട് ചിത്രത്തിൽ ആകെ എത്ര ബലൂണുകളുണ്ട്? അപ്പൊ നമുക്ക് എഴുതാം അല്ലെ. 4 പ്ലസ് 4 പ്ലസ് 4 എത്ര കിട്ടും? നമുക്ക് 3 × 4 എന്ന് കിട്ടും. 12 ആൻസർ ലഭിക്കും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ബി ക്വസ്റ്റ്യൻ, സമ്മാനം കൊടുക്കുന്നതിനായി 5 പേന വാങ്ങണം. ഒരു പേനയുടെ വില 6 രൂപയാണ്. ആകെ എത്ര രൂപ വേണം? നോക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 × 6. 5 × 6 എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയാം, 30 ആണ്. ഓക്കെ, അതിന്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. 10 × 3 എന്ന് പറഞ്ഞാൽ 30 ആണ്. 12 × 3 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ 10 × 3 30 ആണെങ്കിൽ 12 × 3 എത്രയാന്ന് വെച്ചാൽ അപ്പൊ 2, 3 കൂട്ടിയാൽ മതി. അപ്പൊ നോക്കാം ഓപ്ഷൻ ഏതാ ഉള്ളതെന്ന്. 3 എന്ന് പറയുന്നത്. അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കുക. ഈ പാറ്റേണിന്റെ പ്രത്യേകത എന്താ? 2, 4, 8 ഡാഷ് 32 അളവെന്ന് നോക്കാം. 2 2 കൂട്ടിയാൽ 4 കിട്ടും. 4 4 കിട്ടിയാൽ 8 കിട്ടും. 8 8 കൂട്ടിയാൽ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. എത്രയാ? 16 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. പെൻസിൽ കിട്ടുന്നത് 9 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. പേന കിട്ടുന്നത് 11 സെന്റിമീറ്റർ എന്നും കിട്ടും. ബി ക്വസ്റ്റ്യൻ, ചാട്ട മത്സരത്തിൽ ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. ഫസ്റ്റ് അലൻ ചാടിയത് 1 മീറ്റർ 2 സെന്റിമീറ്റർ ആണ്. അലീന ചാടിയതോ 106 സെന്റിമീറ്റർ ആണ്. 106 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. 1 മീറ്ററും 6 സെന്റിമീറ്ററും. ആരാണ് കൂടുതൽ ദൂരം ചാടിയത്? അപ്പം അലനാണ് കൂടുതൽ ദൂരം എന്ത് ചെയ്തിട്ടുള്ളത്? ചാടിയിട്ടുള്ളത്. എത്രയാ കൂടുതൽ ഉണ്ടാകുക? 102 സെന്റിമീറ്റർ 106 സെന്റിമീറ്റർ തമ്മില് 4 സെന്റിമീറ്ററിന്റെ മാറ്റാണ് രണ്ടാളും തമ്മിലുള്ളത്. 4 സെന്റിമീറ്ററിന്റെ മാറ്റാണ് രണ്ടാളും തമ്മിൽ ഉള്ളത്. നോക്കിയേ, വരകളുടെ നീളം ചെറുതിൽ നിന്നും വലുതിലേക്ക് ശരിയായി ക്രമപ്പെടുത്തിയതിന് ശരി അടയാളപ്പെടുത്തുക. അപ്പൊ ഇതിൽ കൊടുത്തുള്ള വരകൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ശരിയായ അളവിനനുസരിച്ച് എന്ത് ചെയ്യണം? എഴുതണം. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ 1 വലുത് വരുന്നത്, അതിനേക്കാൾ വലുത് വരുന്നത് 3, പിന്നെ കുറച്ചുകൂടി വലുത് 2, പിന്നെ 4. ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓപ്ഷന് നമുക്കായിട്ട് എന്ത് വരുന്നത്? പ്രവർത്തനം 3B, കണ്ടെത്താം വിധം. അപ്പൊ ഇതിന്റെ 2 അളവ് കണ്ടെത്താൻ നമുക്ക് വേണ്ടത് ഒരു പെൻസിലും ഒരു സ്കെച്ച് പേന തന്നിട്ടുള്ളത്. 0
10 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് പെൻസിലിന് എത്ര കിട്ടും? 10 സെന്റിമീറ്റർ എന്നും മറ്റേത് 4 മുതൽ 12 വരെ ഉള്ളത് അപ്പൊ 8 സെന്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടും? അളവ് കിട്ടും. ഓരോന്നിന്റെയും നീളം കണ്ടെത്തി എഴുതുക. അപ്പൊ പെൻസിൽ നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട് 10 സെന്റിമീറ്റർ. പേനയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 സെന്റിമീറ്റർ ആണ്. പേനയ്ക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് 8 സെന്റിമീറ്ററും ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. ഗണിതമേളക്കായി ടീച്ചർ റിബൺ കൊടുത്തത് നോക്കൂ. 3ാം ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്തത് റിബണിന് 1 മീറ്റർ 10 സെന്റിമീറ്റർ നീളമുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്തതോ ഇതിന്റെ നീളം 108 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 108ഉം 1 മീറ്റർ 10 സെന്റിമീറ്റർ നമുക്കറിയാം 2 സെന്റിമീറ്ററിന്റെ മാറ്റാണുള്ളത് അല്ലെ. 110 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവും. ഏത് ക്ലാസ്സിലാണ് കൂടുതൽ നീളമുള്ള റിബൺ കൊടുത്തത്? 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് കൂടുതൽ നീളമുള്ള റിബൺ എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. നീളം എത്രയാണ് കൂടുതലുള്ളത്? എത്രയാണ് നീളം കൂടുതലുള്ളത്? 2 സെന്റിമീറ്റർ ആണ് നീളം കൂടുതലുള്ളത്. 2 സെന്റിമീറ്റർ ആണ് എന്തുള്ളത്? നീളം കൂടുതലുള്ളത്. സി ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നതിൽ 2 വരകൾക്ക് ഒരേ നീളമാണ്. ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പൊ 2 വരകൾക്ക് ഒരേ നീളമുള്ള വര ഏതാ? അപ്പൊ ഇതില് 1ഉം 4ഉം ആണ് എന്തുള്ളത്? ഒരേപോലെ വരയുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? സി ഓപ്ഷൻ ആണ് 1ഉം 4ഉം ഉള്ളത്. പ്രവർത്തനം 4a. സംഖ്യ എത്ര? ഗണിതമേളയിൽ ഓരോ ക്ലാസ്സുകാരും നേടിയ പോയിന്റ് നോക്കൂ. നോക്കിയേ, ക്ലാസ് 1, 2, 3, 4 കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. 1ാം ക്ലാസ്സിനേക്കാൾ എത്ര പോയിന്റ് കൂടുതലാണ് 2ാം ക്ലാസ്സിന്? ഇപ്പൊ 2ാം ക്ലാസ് കിട്ടിയതിനേക്കാളും എത്ര പോയിന്റ് ആണ് കുറവുള്ളത് 1ാം ക്ലാസ്സിന്? അല്ലെങ്കിൽ 1ാം ക്ലാസ്സിന് കിട്ടിയതിനേക്കാൾ എത്രയാണ് കൂടുതലുള്ളത് 2ാം ക്ലാസ് എന്നാ ചോദിച്ചത്. അപ്പൊ 135 മൈനസ് 115 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഉത്തരം 20 എന്ന ആൻസർ കിട്ടും. ഓക്കെ, എത്ര പോയിന്റ് കൂടി കിട്ടിയാൽ 3ാം ക്ലാസ്സുകാർക്ക് 1ാം സ്ഥാനം കിട്ടും? അപ്പൊ 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ അവർക്ക് എത്ര പോയിന്റ് കൂടെ വേണം? 21 പോയിന്റ് കൂടെ വേണം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. അബാക്കസിലെ സംഖ്യ ഏത്? അബാക്കസിൽ ഇപ്പൊ ഉള്ള സംഖ്യ ഏത്? അപ്പം 547 ആണ് അബാക്കസിലുള്ള സംഖ്യ. 547 ആണ് അബാക്കസിലുള്ള സംഖ്യ. അബാക്കസിലെ സംഖ്യയിൽ നിന്നും 231 കുറച്ച സംഖ്യ ചുവടെയുള്ള അബാക്കസിൽ മുത്തുകൾ വരച്ചു കാണിക്കൂ. സംഖ്യ എഴുതൂ. അപ്പം 547 മൈനസ് 231 ചെയ്യുമ്പോൾ നമുക്ക് 316 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 316 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് അബാക്കസിൽ എങ്ങനെ എഴുതാം? 1, 2, 3. 1, 1, 2, 3, 4, 5, 6 എന്ന് കിട്ടും. ഓക്കെ, പ്രവർത്തനം 4b. വ്യത്യാസം കണ്ടെത്താം. പ്രവർത്തനം 4b എന്താണ്? വ്യത്യാസം കണ്ടെത്താം. നമുക്ക് നോക്കാം. അബാക്കസിലെ സംഖ്യ ഏത്? അബാക്കസിലെ സംഖ്യ 432 ആണ്. അബാക്കസിലെ സംഖ്യ എത്രയാണ്? 432 ആണ് അബാക്കസിലെ സംഖ്യ. ബി ക്വസ്റ്റ്യൻ. 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്ത് ഇട്ടാൽ കിട്ടുന്ന സംഖ്യ ഏതാ? അപ്പൊ ഈ അബാക്കസിലുള്ള 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് 10ന്റെ സ്ഥാനത്ത് ഇടണം. അപ്പൊ 342 എന്ന് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. 342 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സംഖ്യയിലുണ്ടായ വ്യത്യാസം എത്ര? 432 മൈനസ് 342 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് ആൻസർ ലഭിക്കും. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ. സ്കൂൾ ഗണിതമേളക്കായി 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് 875 രൂപയാണ്. സാധനങ്ങൾ വാങ്ങാനായി 650 രൂപ ചെലവായി. ബാക്കി എത്ര രൂപയുണ്ട്? ബാക്കി നമുക്ക് 195 രൂപ ഉണ്ടാകും. ഓക്കെ, 875 മൈനസ് 650 ചെയ്യുമ്പോൾ 195 രൂപ ഉണ്ടാകും. ഗണിതമേള തുടങ്ങിയ സമയമാണ് ചുവടെ തന്നിരിക്കുന്നത്. ക്ലോക്ക് നോക്കി സമയം എഴുതുക. ക്ലോക്കിൽ ഇപ്പൊ സമയം എത്രയാണ്? 10 മണിയാണ് ക്ലോക്കിൽ ഇപ്പോൾ ഉള്ള സമയം. 10 മണിയാണ് ക്ലോക്കിൽ ഇപ്പോൾ ഉള്ള സമയം. 1 മണി ഉച്ചഭക്ഷണം നൽകി. 1 മണിക്ക് ഉച്ചഭക്ഷണം നൽകിയാൽ ആ സമയം ക്ലോക്കിൽ വരച്ചു ചേർക്കുക. അപ്പൊ 1 മണി എന്ത് ചെയ്യണം? നമുക്ക് ക്ലോക്കിൽ വരച്ച് ചേർക്കണം. 1 മണി ക്ലോക്കിൽ എന്ത് ചെയ്യണം? വരച്ച് ചേർക്കണം. 1 മണി നമ്മൾ ക്ലോക്കിൽ എന്ത് ചെയ്തു? വരച്ചു. സി ക്വസ്റ്റ്യൻ. ക്ലോക്കിൽ സമയം 6:30 ആണ്. താഴെ തന്നതിൽ ശരിയായതിന് ശരി അടയാളപ്പെടുത്തുക. എ. മിനിറ്റ് സൂചി 6ന് നേരെ, മണിക്കൂർ സൂചി 3നും 4നും നടുക്ക്. ശരിയല്ല. മിനിറ്റ് സൂചി 3ന് നേരെ, മണിക്കൂർ സൂചി 6ന് നേരെ. ശരിയല്ല. സി ക്വസ്റ്റ്യൻ. മിനിറ്റ് സൂചി 6ന് നേരെ, മണിക്കൂർ സൂചി 6നും 7നും നടുക്ക്. അപ്പൊ ഏതാ ഓപ്ഷൻ ശരി? സി ഓപ്ഷൻ ആണ് നമുക്ക് എന്തായിട്ടുള്ളത്? ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഡി. കലണ്ടർ നോക്കൂ. ഡിസംബർ 2025 കലണ്ടർ തന്നിട്ടുള്ളത്. ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈ മാസത്തിലെ അവസാന തീയതി ഏത് ദിവസമാണ്? ഏത് ദിവസമായിരിക്കും?
ബുധനായിരിക്കും അവസാന തീയതി. ബുധൻ ആയിരിക്കും അവസാനം എന്ത് വരിക? അവസാന തീയതി ഏതായിരിക്കും വരിക? ബുധനാഴ്ച ആയിരിക്കും അവസാന തീയതി വരിക. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഞായറാഴ്ചയുടെ തീയതികൾ ഏതൊക്കെ ശരിയായതിന് ശരി അടയാളപ്പെടുത്തുക. ഞായറാഴ്ച ഏതൊക്കെയായിരിക്കും? 7ഉം 14ഉമായിരിക്കും ഞായറാഴ്ച വരിക. സി ഓപ്ഷൻ തന്നെയാണത് ശരിയായിട്ട് വരുന്നത്. അപ്പൊ എല്ലാ കുട്ടികളുടെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് എന്ത് ചെയ്യുന്നു? ആശംസിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.